Hello friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസിഎസ്ഇ ക്ലാസ് 10ന്റെ അറേസ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് എ പ്രോഗ്രാം ടു ഇൻപുട്ട് 10 integers into integer array and find the frequency of the largest number. അപ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അറേയുടെ എക്സാമ്പിൾ ആണ്. ലാർജസ്റ്റ് നമ്പറിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതായത് ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 89. ഓക്കെ, 18 എത്ര തവണ വന്നിരിക്കുന്നു അതാണ് അതിന്റെ ഫ്രീക്വൻസി. ഇപ്പൊ ഇതിനകത്ത് 89 1 2 3 തവണ വന്നിട്ടുണ്ട്. അതായത് അതിന്റെ കൗണ്ട് ആണ് ഇവര് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിടിയിട്ടല്ലോ. അപ്പൊ എല്ലാത്തിന്റെയും വേണ്ട ലാർജസ്റ്റ് നമ്പർ എത്ര തവണ ഒക്കർ ചെയ്തിരിക്കുന്നു അത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അറേസ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രീക്വൻസി എന്ന് കൊടുക്കാം. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ കൊടുക്കാം. അപ്പൊ നമുക്ക് അറേയിലെ നമ്പറിന്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യണം അല്ലെ. ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്ര സൈസുള്ള അറേ ആണെന്ന്. ഇന്റ് അറേ സ്ക്വയർ ബ്രാക്കറ്റ് ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ് 10 സൈസുള്ള അറേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എന്താണ് ഈ അറേക്കകത്ത് നമ്മൾ എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പോൾ സിസ് ഔട്ട് എന്റർ ഇന്റിജേഴ്സ് കൊടുക്കാം. എന്നിട്ട് സ്കാനറിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് IN കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഇൻഡിജേഴ്സ് വാങ്ങിക്കാം. അപ്പം നമ്മൾ ഇവിടെ സ്കാനർ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എറർ വരുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുക? അറേഡ് ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഫോർ ലൂപ്പ് അല്ലേ. 4 int I ഈക്വൽ ടു 0, I ലെസ് ദാൻ. ഇവിടെ ഞാൻ പറഞ്ഞു I ലെസ് ദാൻ നിങ്ങൾക്ക് അറേയുടെ സൈസ് അറിയാമെങ്കിൽ 10 എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് അറേ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 10 എടുത്തോളും കേട്ടോ. ഞാൻ എപ്പോഴും അറേ ഡോട്ട് ലെങ്ത് എന്ന് തന്നെയാണ് കൊടുക്കാറുള്ളത്. I++. എന്നിട്ട് അറേയുടെ ഓരോ ഇൻഡെക്സിലോട്ടും സ്കാനറിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ഓരോ എലമെന്റ് വാങ്ങിക്കണം. നെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് അറിയാലോ. ആദ്യം ഐയുടെ വാല്യൂ 0 ആവും. 0 ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് ആണ്. അപ്പോൾ അറേ ഓഫ് 0 ആദ്യത്തെ എലമെന്റ് ഇൻസേർട്ട് ആവും. പിന്നെ I ഇൻക്രിമെന്റ് ആവും. ഐയുടെ വാല്യൂ 1 ആവും. അപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിലോട്ട് നെക്സ്റ്റ് എലമെന്റ്, അങ്ങനെ അറേയുടെ ലെങ്ത് വരെ 10 എലമെന്റ് ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്തു. ഇനി എന്താണ് ചോദ്യം? ഫ്രീക്വൻസി ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ എന്നാണ്. അപ്പൊ ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇതിനകത്ത് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ടല്ലേ അതിന്റെ ഫ്രീക്വൻസി എടുക്കുന്നത്. അപ്പൊ ഈ ലാർജിന്റെ ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസ് കുറെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്, ലാർജ്. ഓക്കെ, എന്നിട്ട് എന്റെ അറേയുടെ ഫസ്റ്റ് ഇൻഡെക്സിലെ എലമെന്റിനെ ആ ലാർജിനകത്തോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോ എന്റെ അറേ എന്ന് പറയുന്നത് ഒരു 14, 12, 100, 3 ഇങ്ങനെ കുറെ 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിനകത്തെ ആദ്യത്തെ എലമെന്റ് ഏതാണ്? 14, ശരിയല്ലേ? അപ്പൊ അറേ ഓഫ് 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് 14. അതിനെ എടുത്ത് ഞാൻ ലാർജിനകത്തോട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിടക്കുന്ന എലമെന്റിനെ നമ്മൾ ബാക്കി റെസ്റ്റ് ഓഫ് അറേയിലെ എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യണം. അതായത് ഇപ്പൊ 14 ഇതിനകത്ത് കിടപ്പുണ്ട്. ആദ്യം 14നെ 12 കമ്പയർ ചെയ്യണം, പിന്നെ 100 കമ്പയർ ചെയ്യണം, പിന്നെ 3 അങ്ങനെ കമ്പയർ ചെയ്യണം. അപ്പൊ എന്നിട്ട് കമ്പയർ ചെയ്തിട്ട് ഈ 14നേക്കാൾ വലുതാണ് ഏതെങ്കിലും നമ്പർ എങ്കിൽ അതിനെ ലാർജിനകത്തോട്ട് ഇടണം. പിടികിട്ടിയല്ലോ. ഇപ്പൊ 14ഉം 12 കമ്പയർ ചെയ്തപ്പോ ഏതാ വലുത്? 14 തന്നെ. അപ്പൊ അവിടെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? 14നെ 100 കമ്പയർ ചെയ്യും. അപ്പൊ ഇതൊരു വലിയ നമ്പർ അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ 100നെ എടുത്ത് ലാർജിനകത്തോട്ട് കൊടുക്കണം. അങ്ങനെ ഈ അറേ ഐട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലാർജ് വേരിയബിളിന്റെ അകത്ത് ഏറ്റവും വലിയ എലമെന്റ് ആയിരിക്കും. പിടികിട്ടിയല്ലോ. അപ്പൊ അത് നമുക്ക് കണ്ടീഷൻ എഴുതി കൊടുക്കാം. ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. 4 int ഇവിടെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് എലമെന്റിനെ നിങ്ങൾ ലാർജിനകത്തോട്ട് കൊടുത്തു. അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് എലമെന്റിനെ സെക്കൻഡ് എലമെന്റ് തൊട്ട് അങ്ങോട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. വീണ്ടും ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യണ്ടല്ലോ. അപ്പൊ I ഈക്വൽ ടു 0 പകരം I ഈക്വൽ ടു 1 ഫസ്റ്റ് ഇൻഡെക്സ് കിടക്കുന്ന എലമെന്റുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, I ലെസ് ദാൻ അറേ ഡോട്ട് ലെങ്ത് I++ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഓരോ എലമെന്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഇഫ് നമ്മുടെ ആ പർട്ടിക്കുലർ ഇൻഡെക്സിൽ കിടക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജിനേക്കാൾ വലുതാണെങ്കിൽ ലാർജ് അതായിട്ട് സെറ്റ് ചെയ്യണം. ലാർജ് ഈക്വൽ ടു അറേ ഓഫ് I. പിടിയിട്ടല്ല, ഞാൻ മുമ്പത്തെ പറഞ്ഞ കണ്ടീഷൻ
നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ടുള്ള, അതായത് 12 തൊട്ടുള്ള എലമെന്റുകൾ എടുക്കും. എന്നിട്ട് നോക്കും ആ പർട്ടിക്കുലർ ഇൻഡെക്സിൽ ഇപ്പൊ ആദ്യം ഐയുടെ വാല്യൂ 1 അല്ലേ, അപ്പൊ അറേ ഓഫ് 1 കിടക്കുന്നത് നമ്മുടെ ലാർജ് കിടക്കുന്നതിനേക്കാൾ വലുതാണെങ്കിൽ അതിനെ ലാർജിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, അങ്ങനെ അവസാനം ഈ ലൂപ്പ് കഴിയുമ്പോൾ ഏറ്റവും ലാർജ് എലമെന്റ് ആയിരിക്കും ഇതിനകത്തുള്ളത്. പിടികിട്ടിയല്ലോ. അപ്പൊ ഇവിടെ കൊണ്ട് കഴിഞ്ഞില്ല, ഇതിപ്പോ നമ്മൾ ലാർജ് എലമെന്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിന്റെ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇത് അറേയിൽ എത്ര തവണ ഒക്കർ ചെയ്തിട്ടുണ്ട്. ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ 1 എന്ന് പ്രിന്റ് ചെയ്യാം, 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ 2 എന്ന് പ്രിന്റ് ചെയ്യാം. പിടികിട്ടിയല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു സിസ് ഔട്ട് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുക ഫ്രീക്വൻസി ഓഫ് ലാർജസ്റ്റ് നമ്പർ ഈസ് എന്ന് കൊടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വീണ്ടും ഈ അറേ ഐട്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര തവണ ഇതുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഓരോ തവണ അറയിൽ എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ തവണ അറേ ഐട്രേറ്റ് ചെയ്യണം. അപ്പോൾ 4 × i = 0. ചിലപ്പോൾ 0 തൊട്ട് വേണം നമ്മൾ ഐട്രേറ്റ് ചെയ്യുക. കാരണം എന്താ, ചിലപ്പോൾ ഇതിപ്പോ ഈ കേസ് ആയപ്പോ ഇങ്ങനെ, ചിലപ്പോൾ ഈ ആദ്യം കിടക്കുന്ന എലമെന്റ് തന്നെ ഏറ്റവും വലുതായിരിക്കും. ശരിയല്ലേ. ഇവിടെ ഇപ്പൊ ഒരു 90 ആണെന്ന് വിചാരിക്കുക, ബാക്കി ഇവിടെ കിടക്കുന്നതൊക്കെ ഇതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ചിലപ്പോൾ ആദ്യം കിടക്കുന്ന എലമെന്റ് തന്നെ ആയിരിക്കും വലുത്. അപ്പൊ 0 തൊട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. 0 i < array dot length i ++ എന്ന് കൊടുക്കാം. ഇനി എന്താണ്, നമ്മുടെ ലാർജിനകത്തുണ്ട് ഏറ്റവും വലിയ എലമെന്റ് അല്ലേ. അപ്പൊ ലാർജ് എലമെന്റ് അറേയിലെ ഏതൊക്കെ ഇൻഡെക്സിലെ എലമെന്റുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്നു, അപ്പൊ നമ്മളൊരു കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇഫ് നമ്മുടെ ലാർജ് എന്ന് പറയുന്നത് ഈക്വൽ ടു അറേയിലെ ഏത് ഇൻഡെക്സിലെ എലമെന്റുമായിട്ടാണ് ഈക്വൽ ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒരു കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എറർ കാണിക്കുന്നത് ഞാൻ കൗണ്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ലൂപ്പിന്റെ വെളിയിലായിട്ട് കൗണ്ട് = 0 എന്നൊന്ന് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ആവും. അപ്പൊ ഇതെന്താ, 0th ഇൻഡെക്സ് തൊട്ട് സ്കാൻ ചെയ്യും. ഇപ്പൊ ലാർജിൽ കിടക്കുന്നത് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ വെച്ച് 0 എന്ന് പറഞ്ഞാണ് ഇതിനകത്ത് ഏറ്റവും വലിയ നമ്പർ എന്ന് വിചാരിക്കുക. 0 ഈ അറയിലെ ഏതൊക്കെ ഇൻഡെക്സിലെ എലമെന്റ് ആയിട്ട് വരുന്നു. ഇപ്പൊ ചിലപ്പോൾ ഫസ്റ്റ് ഇൻഡെക്സിൽ 0 ആണ്, അപ്പൊ കൗണ്ട് ഇൻക്രിമെന്റ് ആയി 1 ആവും. പിന്നെ ഒരു മൂന്നാമത്തെ ഇൻഡെക്സിൽ ചെന്ന് അപ്പൊ വീണ്ടും ഒരു 100 കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഇൻക്രിമെന്റ് ആവുമ്പോൾ 2 ആവും. പിടികിട്ടിയല്ലോ. അങ്ങനെ അവസാനം ഈ ലൂപ്പ് തീരുമ്പോൾ ലാർജസ്റ്റ് എലമെന്റ് എത്ര വട്ടം വന്നു എന്ന് കാണിക്കും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇതിപ്പോ ഈ സിസ് ഔട്ട് ഇവിടെ കൊടുക്കണ്ട, ലാസ്റ്റ് കൊടുത്താൽ മതി. ഇല്ല 2 ലൈനായിട്ട് പ്രിന്റ് ആവും. അപ്പൊ ഞാനിത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇടുകയാണ്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെമികോളം കൊടുത്തിട്ടില്ല, അതാണ് എറർ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ ഇൻഡിജേഴ്സ്. അപ്പൊ 10 ഇൻഡിജർ കൊടുക്കാം. 12, 23, 34, 56, 78, 90, 65, 90, 76, 90. ഇതാ ഫ്രീക്വൻസി ഓഫ് ദ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതായത് ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ്, 90 ആണ്. 90 എത്ര തവണ വന്നിട്ടുണ്ട്, 1, 2, 3. പിടികിട്ടിയല്ലോ. അത് 3 തവണ വന്നേക്കുന്നതുകൊണ്ട് അതിന്റെ ഫ്രീക്വൻസി 3 ആണ്. ഇപ്പൊ ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ താഴെ വന്നിട്ട് സിസ് ഔട്ട് കൊടുത്തിട്ട് ലാർജസ്റ്റ് നമ്പർ ഈസ് കൊടുത്താൽ മതി. ഇപ്പൊ വലിയ അറേ ആണെങ്കിൽ ഏതാണെന്ന് നമ്മൾ തപ്പണ്ടേ. അപ്പൊ അത് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം ഈ ലാർജ് പ്രിന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യനകത്ത് അതിന്റെ ഫ്രീക്വൻസി പ്രിന്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൗണ്ട്. അപ്പൊ അത് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ അഡീഷണൽ സ്റ്റെപ്പ് കൊടുത്തതേ ഉള്ളൂ. ഇൻഡിജേഴ്സ് കൊടുക്കുകയാണ്. 34, 87, 67, 66, 87, 45, 87, 12, 23, 87. ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 87 ആണ്. 87 4 തവണ വന്നിട്ടുണ്ട്. 1, 2, 3, 4. പിടികിട്ടിയല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.